ഇവിടെ ഗാദിബോർഡ് LDC പ്രിലിംസ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല കട്ടയ്ക്ക് കൊണ്ട് പഠിച്ചാട്ടെ. 60 ദിവസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം ഖാദി LDC മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 30-ാം തീയതിയാണ്. അപ്പൊ അത്രയും സമയമുണ്ട്. മാക്സിമം റിവിഷൻ നടത്തുക. സിലബസ് എല്ലാവർക്കും അറിയാലോ. സിലബസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിലബസിന്റെ ഒരു വെയിറ്റേജ്, മാർക്ക് വെയിറ്റേജ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഏകദേശം 38,000-ഓളം വിദ്യാർത്ഥികളാണ് ഗാദിബോർഡ് LDC മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നത്. നമ്മുടെ പല വിദ്യാർത്ഥികളും നമ്മൾ ലാസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ഗാദിബോർഡ് LDC 30 ഡേയ്സ് ചലഞ്ച് കണ്ട് അത് ഉപയോഗപ്പെടുത്തി പലരും ലിസ്റ്റിലൂടെ ഇടം നേടിയിട്ടുണ്ട്. പലരുടെയും മെസ്സേജ് കണ്ടായിരുന്നു. വളരെ സന്തോഷം. അത്തരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത നമ്മൾ പങ്കുവെക്കുകയാണ്. ഈ ഗാദിബോർഡ് LDC മെയിൻസിന്റെ അതേ മാതൃകയിൽ ആ സിലബസ് വെച്ചിട്ട് നമ്മളൊരു ഒരു മാതൃകാ പരീക്ഷ ഈ വരുന്ന ഏപ്രിൽ 29-ന് നടത്താൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ പ്രിലിംസ് പാസ്സായ വിദ്യാർത്ഥികൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഒരു പ്രിലിംസ് മെയിൻസ് എഴുതുകയാണെങ്കിൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും? ഇത്രയും 38,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അതിൽ എല്ലാ ആൾക്കാരും വന്ന് പരീക്ഷ എഴുതുന്നത് എനിക്കറിയില്ല. പക്ഷെ അതിൽ എന്തായാലും പ്രിലിംസ് പാസ്സായ വിദ്യാർത്ഥികളൊക്കെ ഈ പരീക്ഷ എഴുതും. അപ്പൊ അവിടെ നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ കഴിയും. എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ എൻട്രി ആപ്പിലെ പ്രിയപ്പെട്ട അധ്യാപകരും കണ്ടന്റ് എക്സ്പെർട്ടുകളും തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷ ഗാദിബോർഡ് LDCയുടെ മെയിൻസിന്റെ ഒരു മാതൃകാ പരീക്ഷ 100 മാർക്കിന്റെ പരീക്ഷയാണ്. PSC നടത്തുന്ന പോലെ തന്നെ 90 മിനിറ്റ് 1.5 മണിക്കൂർ തന്നെ പരീക്ഷയാണ്. ഓൺലൈൻ പരീക്ഷയാണ് കേട്ടോ. രജിസ്ട്രേഷൻ ഉണ്ട്. ഏപ്രിൽ 27 മുതലാണ് രജിസ്ട്രേഷൻ. ഫ്രീ ആണ്. സോ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ ഈ വീഡിയോയുടെ താഴെയുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി ടീം പരീക്ഷയുടെ സമയത്ത് ലിങ്ക് അയച്ചു തരും. പരീക്ഷ ലിങ്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക, എൻട്രി ആപ്പിൽ കയറി പരീക്ഷ എഴുതുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോയുടെ താഴെ 2 ലിങ്കുകളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഈ ഗാദിബോർഡ് LDCയുടെ പരീക്ഷയ്ക്കുള്ള ലിങ്കാണ്, മെയിൻസിന്റെ ലിങ്കാണ്. ഒപ്പം തന്നെ നമ്മൾ ഗാദിബോർഡിന്റെ പരീക്ഷയ്ക്ക് ശേഷം ഈ മാസം തന്നെ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നടത്തുന്നുണ്ട്, നമ്മുടെ ബാങ്കുള്ള കേരള ബാങ്ക് OAയുടെ പരീക്ഷയ്ക്കാണ്, അല്ലെ അത് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, ആ ഒരു പരീക്ഷയിൽ എഴുതാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഗാദിബോർഡ് LDCയുടെ മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ 29-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെയാണ്. വൈകിട്ട് 8 മണി മുതൽ 9:30 വരെയാണ്. സോ ആ ഒരു ടൈം പോയി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 7 മണിക്ക് ആക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ പ്രദീപ് മൂത്തൽ സാറിന്റെ ഒരു റിവിഷൻ ഉണ്ട്. ഈ ഗാദി LDC എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് GKയുടെ റിവിഷനുമായിട്ട് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണി മുതൽ പ്രദീപ് സാർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 8 മണിയിലേക്ക് ടൈം മാറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ലൈവും കാണാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 8 മണി തൊട്ടാണ് നമ്മളെ പരീക്ഷ വരിക. 8 മണി മുതൽ 9 വരെ പരീക്ഷയുണ്ട്. നമ്മുടെ ഗാദി റിവിഷൻ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഗാദിബോർഡിന്റെ ഒരു സ്മാർട്ട് റിവിഷൻ നമ്മൾ ഏപ്രിൽ 29-ാം തീയതി ഗോൾഡ് ബാച്ച് എൻട്രി ആപ്പിൽ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ ഉപയോഗപ്പെടുത്താം. തീവ്ര പരിശീലനമാണ്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത, ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്കൊരു മാതൃകാ പരീക്ഷ എന്നോണം ഈ പരീക്ഷയെ കാണാം. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യ 3 റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ 3 റാങ്കുകാർക്ക് ഈ ഏപ്രിൽ 29-ന് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സിലേക്ക് എന്ത് ചെയ്യാം, സൗജന്യമായിട്ട് പ്രവേശനം നേടാം. നിങ്ങൾ മറ്റു പൈസ ഒന്നും അടയ്ക്കണ്ട. ആദ്യ റാങ്കിൽ നിങ്ങൾ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. ഈ പരീക്ഷ നന്നായിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 3 റാങ്കുകാർക്ക് ഈ കോഴ്സിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൗജന്യ പ്രവേശനം കൂടെ നമ്മൾ കോഴ്സിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാതൃകാ പരീക്ഷ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇനി നമ്മുടെ ഗാദിബോർഡ് LDCയുടെ മെയിൻസിന്റെ സിലബസും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വെയിറ്റേജ് ഇങ്ങനെ തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം സിലബസിൽ ചരിത്രത്തിന് 5 മാർക്കാണ് കേട്ടോ. എല്ലാ ചരിത്രമുണ്ട്. ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയോടെ ചേർത്ത് 5 മാർക്കുണ്ട്. ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി 5 മാർക്ക്. ധനതത്വശാസ്ത്രം, എക്കണോമിക്സ് 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. കേരളം ഭരണ സംവിധാനം 5 മാർക്കുണ്ട്. അതുപോലെ തന്നെ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം 6 മാർക്ക്. ഭൗതിക ശാസ്ത്രം 3 മാർക്ക്. രസതന്ത്രം 3 മാർക്ക്. കലാകായിക സാഹിത്യ സംസ്കാരം 5 മാർക്ക്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. സുപ്രധാന നിയമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്യാത്ത നമുക്ക് കൃത്യമായിട്ട് മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അതുപോലെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്ക് വരുന്നത്. അതുപോലെ ലഘുഗണിതം, മാനസികശേഷി എല്ലാം കൂടെ ചേർത്ത് 10 ഉള്ളൂ. ഇംഗ്ലീഷിന് 10 മാർക്കേ ഉള്ളൂ. അതുപോലെ മലയാളം 10 ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ 50 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആനുകാലികവും കണക്കും അതുപോലെ ഇംഗ്ലീഷും മാത്സും കൂടെ ചേർന്നിട്ടാണ് 50 മാർക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു മാർക്ക് നമുക്ക് കൃത്യമായിട്ട് വേണേ. അതുപോലെ സുപ്രധാന നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാർക്കാണ്. അപ്പൊ ഇത്തരത്തിൽ ഇത്രയും ഈ ഒരു മാതൃകയിൽ തന്നെയാണ് നമ്മൾ പരീക്ഷ നടത്താൻ വേണ്ടി പോകുന്നത്. മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നല്ല പരീക്ഷയായിട്ട് നിങ്ങൾ എഴുതുക. ആത്മാർത്ഥതയോടെ തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. പാതി വഴി കിട്ടിട്ട് പോകരുത്. കാരണം എന്തായാലും നമ്മൾ പ്രിലിംസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മെയിൻസ് പരീക്ഷ നിങ്ങൾ എഴുതി നോക്കുക. തുടർന്ന് എല്ലാ ആഴ്ചകളും തുടർന്നുള്ള വീക്കുകളിലൊക്കെ തന്നെ എൻട്രി ആപ്പിൽ മാതൃകാ പരീക്ഷകൾ കണ്ടമാനം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ പരീക്ഷ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുമല്ലോ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.